Assalamu Alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are doing fine and staying safe at home. So let's start today's class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay, in the last class we discussed about Ohm's law. Very important topic, Ohm's law. What is Ohm's law? At a constant temperature, the potential difference across the ends of the conductor is proportional to the current passing through that conductor. അപ്പം നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? V proportional to I. ഓംസ് ലോ പറഞ്ഞിരുന്നത് എന്താണ്? V proportional to I എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? V proportional to I ആണ് എങ്കിൽ how do we draw the graph of Ohm's law? Very important, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. How to draw the graph or identify the graph of Ohm's law? നമ്മൾ suppose I am drawing, നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, വോൾട്ടേജും ഉണ്ട് കറണ്ടും ഉണ്ട്. I am drawing current I in the x-axis, ampere, okay, voltage V in the y-axis, okay. Engil V proportional to I means as the voltage increases, current also increases linearly with voltage. Linearly increasing straight line graph ആയിരിക്കും അല്ലേ? ലീനിയർലി ഇൻക്രീസിങ് ഗ്രാഫാണ് അല്ലേ? അതായത് കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, ഇവിടെ എക്സ് ആക്സിസിൽ വോൾട്ടേജ് ഇവിടെ നിന്ന് മേലോട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഗ്രാഫ് പോയിൻ്റ് ചെയ്യുമ്പം ഓരോ ഇൻസ്റ്റൻസസും എടുത്ത് നോക്കിയേ, കറണ്ടിൻ്റെ വാല്യൂ അനുസരിച്ച് വോൾട്ടേജിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുന്നു ഓരോരോ പോയിന്റിലും. ഈ പോയിന്റിൽ കറണ്ട് എത്രയാണ്, ഈ പോയിന്റിൽ വോൾട്ടേജ് എത്രയാണെന്ന് നോക്കുക. ഈ പോയിന്റ് കറണ്ട് ഇൻക്രീസ് ചെയ്തു, വീണ്ടും ഈ പോയിന്റിൽ വോൾട്ടേജ് വീണ്ടും ഇൻക്രീസ് ചെയ്തു. എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു? ലീനിയർലി ഇൻക്രീസ് ചെയ്യുന്നു. ലീനിയർ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് ഓഫ് ഓംസ് ലോ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. 2-3 തരം ഗ്രാഫ്സ് തന്നിട്ട് ഇതിൽ ഏത് ഗ്രാഫാണ് ഓംസ് ലോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഗ്രാഫ് എന്ന് ചോദിക്കാം. അപ്പം യു ക്യാൻ പിക്ക് ദിസ് ഗ്രാഫ് ഔട്ട്. പിന്നെ ചോദിക്കാം V പ്രപ്പോർഷണൽ ടു I ആണ് ഓംസ് ലോയിൽ എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടതെന്ന് ചോദിക്കാം. എങ്കിൽ ഇതുപോലൊരു ഗ്രാഫ് വരച്ചാൽ മതി. നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് എക്സ് ആക്സിസിൽ വി ഹാവ് ഡ്രോൺ കറണ്ട് ആൻഡ് ഇൻ വൈ ആക്സിസ് വി ഹാവ് ഡ്രോൺ ദ വോൾട്ടേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് റെസിസ്റ്റൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വി സെഡ് ദാറ്റ് V പ്രപ്പോർഷണൽ ടു I, V is equal to R into I. V is equal to R into I, where R is a constant called resistance. R is a constant called resistance. അപ്പോൾ ഈ R എന്ന് പറയുന്ന വാല്യൂ ഇതിനെ ഒന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. Let us define the value R. What is resistance? When the potential difference across the ends of a conductor is 1 volt and the current carrying in that conductor is 1 ampere, then the resistance across that conductor in that conductor will be 1 ohm. If voltage potential difference across the conductor is 1 volt and current passing through the conductor is 1 ampere, then the resistance will be 1 ohm.
ഓമിൻ്റെ സിമ്പിൾ കണ്ടോ? ഇങ്ങനെയാണ് ഓമിൻ്റെ സിമ്പിൾ എഴുതുന്നത് കേട്ടോ. ദിസ് ഈസ് ദ definition of resistance. When the potential difference across a conductor is 1 ohm and the current passing through it is 1 ampere, then the resistance will be 1 ohm. Now, ഇനി മേജർ ആയിട്ട് ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇക്വേഷൻസ്, നിങ്ങൾക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ, ഹയർ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള ഇക്വേഷനാണ് V = IR അല്ലേ? അതിനെ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഒരു ട്രിക്കാണിത്. നമുക്കറിയാം V = IR, I × R അല്ലേ? അപ്പോൾ ഇതിനെ തിരിച്ചു മറിച്ച് ചോദിക്കാമല്ലോ. V കണ്ടുപിടിക്കാൻ ചോദിക്കാം, R കണ്ടുപിടിക്കാൻ ചോദിക്കാം, I കണ്ടുപിടിക്കാൻ ചോദിക്കാം അല്ലേ? If you want to find out R, what will you do? R is equal to V divided by I. If you want to find out I is equal to V divided by R. V is equal to I into R, I is equal to V by R, R is equal to V by I. അപ്പോൾ ഇതും കൂടെ വരച്ചെടുത്തോളൂ, ഇക്വേഷൻസും എഴുതിയെടുക്കാം. V is equal to I into R, I is equal to V by R, R is equal to V by I. നീ തെറ്റിപ്പോത്തില്ലല്ലോ? യെസ്, ഓക്കെ. അപ്പോൾ ഇത് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു ടേബിൾ ഫില്ലപ്പ് ചെയ്യാം. ടേബിളിൽ എന്താ പറഞ്ഞേക്കുന്നത്? വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ when the voltage is 12 ohm, when the voltage is 12 ohm, resistance is 12 വോൾട്ട്, റെസിസ്റ്റൻസ് 4 ohm, കറണ്ട് എത്രയാണ്? 12 divided by 4 അല്ലേ? 3 V by R. I is equal to V by R, 3 ampere. ഉണ്ടോ? ഇത് വെച്ച് ചെയ്താൽ മതി. I is equal to V by R. അടുത്തത് വോൾട്ടേജ് കണ്ടുപിടിക്കണം. the current is 2 ampere and the resistance is 3. വോൾട്ടേജ് കണ്ടുപിടിക്കണം. V 2 ആംപിയറും 3, 2 3s are 6 വോൾട്ടാണ് രണ്ടാമത്തത്. തേർഡ് ടേബിളിൽ നോക്കിക്കേ, 6 വോൾട്ട് വോൾട്ടേജ് ഉണ്ട്, 3 ആംപിയർ കറണ്ട് ഉണ്ട്. ദെൻ റെസിസ്റ്റൻസ് ഈസ് R is equal to 6/3, 2 ohm. Don't forget to mention the unit, ohm, volt and ampere. ഒരിക്കലും അത് മറക്കരുത്. യൂണിറ്റിന് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. യൂണിറ്റ് എഴുതിയിരിക്കണം. എല്ലാ പ്രോബ്ലംസിലും നിങ്ങൾ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയിരിക്കണം, മറക്കാതെ. ഓക്കെ, നൗ we are going to study in detail about resistors. Okay, എളുപ്പമാണ്, എളുപ്പമാർഗത്തിൽ പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. So let us start with resistors. Listen carefully. റെസിസ്റ്ററിൻ്റെ ജോലി എന്താണ്? കറണ്ടിനെ ബ്ലോക്ക് ചെയ്യലാണ് റെസിസ്റ്ററിൻ്റെ ജോലി അല്ലേ? When resistor of a conductor depends upon so many factors. Okay, there are many factors that changes the resistance of a conductor. Conductor എല്ലാ കണ്ടക്ടർ ഒരുപോലെ ഇരിക്കുമോ? ഇല്ല. Different conductors are of different length, different area of cross section, different type of material, etc. From all these cases, resistances will be different, and the current passing through that conductors also therefore will be different. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? Resistance of every conductor might change with length, with the material, with the area of the conductor. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മാറുന്നതെന്നാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു അപ്പാരറ്റസ് എടുക്കുക, ഒരു സർക്യൂട്ട് എടുക്കുക. ഇൻ ദറ്റ് സർക്യൂട്ട് ഐ ആം കണക്റ്റിംഗ് ആൻ അമ്മീറ്റർ. ഓക്കെ, ആൻ അമ്മീറ്റർ ഫോർ measuring the current. A switch is there and a bulb is there. Source voltage is given, and this end is freely suspended,
I am placing a point P, and from this point P there are different conductors of different materials A, B, C, D and E. Okay, D ക്ക് thickness ഇച്ചിരി കൂടുതലുണ്ട്. ഓക്കെ ഫൈൻ. അപ്പം എ എന്ന് പറയുന്നതിൻ്റെ മെറ്റീരിയൽ അയൺ, ബി അലൂമിനിയം, സി നിക്രോം. നിക്രോമിനെ തന്നെ തിക്നെസ് കൂട്ടിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആൻഡ് ഈ ലെങ്ത്ത് കൂട്ടി, നിക്രോമിൻ്റെ തന്നെ ലെങ്ത്ത് കൂട്ടി കൊടുത്തു. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് അല്ലേ, പല തരത്തിലുള്ള മെറ്റീരിയൽസ്, പല സൈസിലുള്ള മെറ്റീരിയൽസ്, ഒന്നിന് ലെങ്ത്ത് കൂട്ടി, ഒന്നിന് ലെങ്ത്തിന് കുറച്ചു അല്ലേ, അങ്ങനെ പല രീതിയിലുള്ള മെറ്റീരിയൽസ് കൂട്ടി. ഞാൻ എന്തിനാണ് സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് അറിയാവോ? അറ്റ് ആൻ ഇൻസ്റ്റൻസ് I will connect this end of my wire to A first. അപ്പോൾ ഈ എൻഡ് ഞാൻ എയിൽ കൊണ്ടുപോയി കണക്ട് ചെയ്താൽ ഒരു അമ്മീറ്റർ റീഡിങ് കാണിക്കുമല്ലോ, കാണിക്കും. അതിനെ മാറ്റി ഞാൻ ബിയിൽ കൊണ്ടുപോയി കണക്ട് ചെയ്താൽ അവിടെയും അമ്മീറ്റർ റീഡിങ് കാണിക്കും അല്ലേ. അപ്പോൾ പല എൻഡിലും ഞാൻ കൊണ്ടുപോയി കണക്ട് ചെയ്യും. അപ്പോഴത്തുള്ള എല്ലാ അമ്മീറ്റർ റീഡിങ് കാണിക്കും, വായിക്കും. Ammeter reading changes for different materials. For different materials and different length, different area, everything the ammeter reading changes. That is what we observe in this apparatus. Ammeter reading changes. Ammeter എന്തിനാണ് ഉപയോഗിക്കുന്നത്? Ammeter reading changes. When ammeter reading is changed, what happens? Current is changed അല്ലേ, I ചേഞ്ച് ചെയ്യുന്നു. I ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? R ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് I ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പലതരം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് കൊണ്ടാണ് പലതരം കറണ്ടും അവിടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി റെസിസ്റ്റൻസിനെ ഈ കേസിൽ നോക്കാം. ഈ നിക്രോമിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇച്ചിരി കൂടുതലാണല്ലേ. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു ടണലിൽ കൂടെ കുറച്ച് കുട്ടികൾ പാസ് ചെയ്ത് പോവുകയാണ്. ഒരു ടണൽ, ഈ ടണലിൽ വളരെ വീതി കുറഞ്ഞ ഒരു ടണലാണ്, നാരോ ടണലാണ്. എത്ര കുട്ടികൾ പോവും? വളരെ കുറച്ച് കുട്ടികളൊക്കെ അതിനകത്ത് കൂടെ കയറി ഇറങ്ങി അറ്റ് എ ടൈം പോകാൻ പറ്റത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ വെരി ബിഗ് ടണൽ, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലുള്ള ടണലുണ്ട്. ആ ടണലിൽ കൂടെ കുട്ടികളെ പാസ് ചെയ്ത് വിട്ടാൽ ഒത്തിരി കുട്ടികൾക്ക് പോകാൻ കഴിയില്ലേ? ഒരുപാട് കുട്ടികൾക്ക് അങ്ങ് പോകാൻ കഴിയില്ലേ? യെസ്. അപ്പം വെൻ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ഈസ് ബിഗ്ഗർ, കൂടുതൽ കറണ്ട് പാസ് ചെയ്യും. കൂടുതൽ കറണ്ട് പാസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറവാണ്. The narrower the tunnel is, the narrower the conductor is, the ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും തോറും റെസിസ്റ്റൻസ് അത്രയും കൂടുതൽ കൊടുക്കും. അത്രയും റെസിസ്റ്റൻസ് കൂടുതൽ കൊടുത്ത് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. വെൻ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ബിഗ്ഗർ ആൻഡ് ബിഗ്ഗർ, റെസിസ്റ്റൻസ് അത്രയും ലോവേ ആവത്തുള്ളൂ, കറണ്ട് ഒത്തിരി പാസ് ചെയ്യാൻ കഴിയും. അപ്പോൾ റെസിസ്റ്റൻസും കറണ്ടും തമ്മിലുള്ള ഇതറിയാമല്ലോ നിങ്ങൾക്ക്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. വെൻ റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ്, current is decreased. When resistance is increased, current is decreased. അത് നമുക്കറിയാം അല്ലേ, we know that already. So here ammeter ഈ J എന്ന് പറയുന്ന പോയിന്റ് D എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്തു. What happens? Area of cross section is bigger, so ammeter reading will be increased. Here ammeter reading is increased, I is increased. ഇനി ഞാൻ ഒരു J എന്ന് പറയുന്നത് ഇയിൽ കൊണ്ടുവന്ന് വെച്ചു. ലിസൺ കെയർഫുള്ളി. J എന്ന് പറയുന്ന പോയിന്റിന് ഞാൻ ഇയിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഈ J എന്ന് പറയുന്ന പോയിന്റ് ഇയിൽ ഇരിക്കുമ്പം ഇവിടം മുതൽ ഇവിടം വരെ ലെങ്ത് ഉണ്ടല്ലേ. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈസ് ബിഗ്ഗർ ദാൻ ദ അതർ. ലെങ്ത് ഒരുപാട് നീളമുണ്ട് അല്ലേ.
ഒരുപാട് നീളമുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസും നീളവും തമ്മിൽ എന്തായിരിക്കും ബന്ധം? നമ്മൾ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ കൂടുന്തോറും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? അത് കറണ്ട് വെച്ച് നോക്കണം. ഞാൻ സപ്പോസ് ഈ പോയിൻറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, എന്നിട്ട് കറണ്ടിനെ മെഷർ ചെയ്തു, എന്നിട്ട് എവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ച് ചെയ്തു. അപ്പോൾ ഈ അമ്മീറ്റർ റീഡിങ് കൂടുതൽ ഹൈ പ്ലേസിൽ നിന്ന് ലോവറിലോട്ട് പോവോ അതോ ലോവർ പ്ലേസിൽ നിന്ന് ഹയർ പ്ലേസിലോട്ട് പോവോ? അമ്മീറ്റർ റീഡിങ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഡിക്രീസ് ചെയ്താൽ അത്രയും റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഡിക്രീസ് ചെയ്താൽ അത്രയും കണ്ടക്ടറിൻ്റെ ലെങ്ത് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ബിക്കോസ് R is proportional to L. R is proportional to L. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. ഇത് ഒരു ഫാക്റ്റാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് J എന്ന് പറയുന്ന പോയിന്റ് E എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റിലോട്ട് മാറ്റിയാൽ ലെങ്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ലെങ്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കാൽ റെസിസ്റ്റൻസും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഓർക്കാനൊരു മാർഗമുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ടെമ്പറേച്ചർ. നമ്മളൊരു അപ്പാരറ്റസ് എടുക്കുകയാണ്, ഒരു ബൾബും ഒരു വോൾട്ടേജ് സോഴ്സും എടുക്കുകയാണ്. ഈ റെസിസ്റ്റൻസ് ഞാൻ എങ്ങനെ ടെമ്പറേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നോക്കും? എങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയോ കുറയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സംഭവം, നമ്മളൊരു ബൾബ് ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നു, ആ ബൾബ് ഒരു സ്വിച്ച് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പം മൾട്ടിമീറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ അമ്മീറ്റർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ്, മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. ആ മൾട്ടിമീറ്ററിൽ നമുക്ക് കറണ്ടും റെസിസ്റ്റൻസും വോൾട്ടേജും AC വോൾട്ടേജും DC വോൾട്ടേജും എല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ട്, മൾട്ടിമീറ്റർ. ഓക്കെ, ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഐ എം മെഷറിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ്. ഒരു സോഴ്സും ഒരു ബൾബുമേ ഉള്ളൂ കേട്ടോ. ഒരു ബൾബും ഇതേപോലെ ഒരു സോഴ്സും, ഇത്രയേ ഉള്ളൂ. ഈ ബൾബിൻ്റെ ഈ അറ്റവും ഞാൻ മൾട്ടിമീറ്ററിൻ്റെ എൻസ് വെച്ച് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? റെസിസ്റ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് സ്വിച്ച് ഓഫാണ്, സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്താണിത്. ഇനി ഞാൻ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുക. ഓൺ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഓഫാക്കി കളയാം. എന്നിട്ട് ആ സമയത്തെ റെസിസ്റ്റൻസ് കൂടെ ഞാൻ കണ്ടുപിടിക്കുക. റെസിസ്റ്റൻസ് ഓഫ് 2 ടൈംസ്. ഓഫായിരിക്കുമ്പോൾ പിന്നെ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് പിന്നെ പെട്ടെന്ന് ഓഫാക്കുക ആ സമയത്തെ. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് രണ്ട് സിറ്റുവേഷൻസിലും റെസിസ്റ്റൻസ് സെയിം അല്ല എന്നാണ് മനസ്സിലാവുന്നത്. രണ്ട് സിറ്റുവേഷൻസിലും റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ബൾബല്ലേ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യത്തില്ലേ? യെസ്, ബൾബാണ്. അപ്പോൾ ഇച്ചിരി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ റെസിസ്റ്റൻസും അതിൻ്റെ കൂടെ ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. സോ there are many factors which depend on which resistance depends upon. Resistance depends upon area of cross section first. Resistance depends upon, എഴുതിയെടുത്തോ, resistance depends upon, first one, area of cross section. Second one, nature of the material. Nature of the material. Third one, length of the conductor. Length of the conductor. Fourth one, temperature. ഇതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നും കൂടെ നമ്മൾക്കൊരു ഇക്വേഷൻ വെച്ച് പഠിക്കാം. ഓക്കെ, ദ 4 things the resistance depends upon are area of the cross section, nature of the material, length of the conductor and temperature. അപ്പോൾ ഇത് എഴുതിയെടുക്കുക. ഓക്കെ, എഴുതിയെടുക്കുക. ഇനി നമ്മൾ
ഒരു റെസിസ്റ്റൻസിനെ വേരി ചെയ്യുന്ന ഒരു ഡിവൈസിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. വേരിയിങ് റെസിസ്റ്റൻസ്. വേരിയിങ് റെസിസ്റ്റൻസ്. ഈ ഡിവൈസിൻ്റെ പേരാണ് റിയോസ്റ്റാറ്റ്. ഇത് റെസിസ്റ്റൻസിൻ്റെ സിമ്പിളാണ്. ഇതിൻ്റെ കൂടി ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുത്താൽ അത് റിയോസ്റ്റാറ്റിൻ്റെ സർക്യൂട്ട് സിമ്പിളായി മാറി. അപ്പോൾ വേരിയിങ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസിനെ, സത്യത്തിൽ റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയലിന് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ നമുക്ക് ഈ റെസിസ്റ്റൻസിനെ ചില സാഹചര്യങ്ങളിൽ ചില സർക്യൂട്ടുകളിൽ വേരി ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം വാട്ട് വിൽ വി യൂസ്? വി യൂസ് എ റിയോസ്റ്റാറ്റ് ഫോർ വേരിയിങ് ദ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, റിയോസ്റ്റാറ്റിൻ്റെ സിമ്പിളാണിത്. ഓക്കെ, പ്ലീസ് ഡ്രോ ഇറ്റ് ഡൗൺ. ഇപ്പോൾ വേരിയിങ് റെസിസ്റ്റൻസ് റിയോസ്റ്റാറ്റിൻ്റെ ആണ്. റിയോസ്റ്റാറ്റിൻ്റെ സിമ്പിൾ ഇതാണ്. വെൻ വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻറ്റ്, ദ റെസിസ്റ്റൻസ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു കറണ്ട്. വോൾട്ടേജ് ഞാൻ ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുകയാണ്, മാറ്റമൊന്നും വരുത്തുന്നില്ലെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് വിൽ വേരി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു കറണ്ട്. കറണ്ട് കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും, റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. ഓക്കെ, ഈ റെസിസ്റ്റൻസിന് റെഗുലേഷൻ, റിയോസ്റ്റാറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ റെഗുലേഷൻ ഓഫ് കറണ്ട് ബൈ വേരിയിങ് ദ റെസിസ്റ്റൻസ് വാല്യൂ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് റിയോസ്റ്റാറ്റ്? എഴുതിയെടുത്തോ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് റിയോസ്റ്റാറ്റ്? റെഗുലേറ്റിംഗ് ദ കറണ്ട് in the circuit by changing the resistance. Function regulating current by varying the resistance. That is a function of rheostat. That is a function of റിയോസ്റ്റാറ്റ്. ഇനി ഒരു കുഞ്ഞ് ഇക്വേഷനും കൂടെ പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റർ തീരും. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇതാണ്, ഇനി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ റിയോസ്റ്റാറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാനിനി ഒരു കുഞ്ഞ് ഇക്വേഷനും കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ്. ഓക്കെ, ആർ എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു എൽ ആണ്. ആർ എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. Therefore R is equal to a constant value into L divided by A ആയിരിക്കുമല്ലോ. ഓക്കെ, ഈ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് റോ ഇതാണ് റോ, RHO, റോ കേട്ടോ. ഇതിൻ്റെ പേരാണ് റെസിസ്റ്റിവിറ്റി. ഇതിൻ്റെ പേരാണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന് പല പല റെസിസ്റ്റിവിറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് നേച്ചർ ഓഫ് മെറ്റീരിയൽ അല്ലേ. ഇനി ഈ റെസിസ്റ്റിവിറ്റി ഒരു ടെമ്പറേച്ചറിൽ ഒരു റെസിസ്റ്റിവിറ്റിയെ കാണും. ടെമ്പറേച്ചർ മാറിയ റെസിസ്റ്റിവിറ്റി മാറും. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു തരം റെസിസ്റ്റിവിറ്റിയെ ഒരു മെറ്റീരിയൽ കാണിക്കും. സോ R is equal to rho L by A. This is the equation. ഇത് വലിയൊരു ബോക്സിലാക്കി നിങ്ങൾ എഴുതിക്കോ. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. R is equal to rho L by A. R is equal to rho L by A. Rho is the resistivity. The unit of resistivity is ohm meter. Unit of resistivity rho is ohm meter. Okay, R is equal to rho L by A ആണ് the equation for resistance. ഇപ്പോൾ റോ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്യും? റോ is equal to R into A divided by L. മനസ്സിലായല്ലോ. ഇത് വെച്ച് ഒത്തിരി പ്രോബ്ലംസ് ചോദിക്കാം. നമ്മളൊക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ we are winding up this chapter. See you in the next class. Assalamu Alaikum wa rahmatullahi wa barakatuh.